റഷ്യയിലെ കുർസ് മേഖലയിലെ റഷ്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി മേധാവി മിഖായേൽ ഗുഡ്കോവ് കൊല്ലപ്പെട്ടു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 3 വർഷം മുമ്പ് റഷ്യ യുക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ട ഏറ്റവും മുതിർന്ന റഷ്യൻ കമാൻഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. മാർച്ചിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 42-കാരനായ ഗുഡ്കോവിനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. ഗുഡ്കോവ് ബുധനാഴ്ച അതിർത്തിയിൽ പോരാട്ടത്തിനിടെ മരിച്ചുവെന്ന് RIA വാർത്താ ഏജൻസി വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. കുർസ്കിലെ ഒരു സൈനിക പോസ്റ്റിൽ യുക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഗുഡ്കോവും മറ്റ് റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത്. 2024 ഓഗസ്റ്റിൽ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൽ യുക്രൈൻ സൈന്യം റഷ്യൻ മേഖലയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഏപ്രിലിൽ അത് പൂർണ്ണമായി വീണ്ടെടുത്തതായി റഷ്യ അവകാശപ്പെട്ടെങ്കിലും പ്രദേശത്ത് ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. ഈ വർഷം ആദ്യം വരെ 155-ാം ഗാർഡ്സ് നേവൽ ഇൻഫൻട്രി ബ്രിഗേഡിനെയാണ് ഗുഡ്കോവ് നയിച്ചിരുന്നത്. കിഴക്കൻ യുക്രൈനിലെ റാസിൻ, മിലോവ് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതായി റഷ്യ വ്യാഴാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഗുഡ്കോവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. ഗ്രാമങ്ങൾ കീഴ്പ്പെടുത്തിയെന്ന റഷ്യയുടെ പ്രഖ്യാപനത്തിൽ യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല. പ്രദേശം പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതായി നേരത്തെ യുക്രൈൻ സൈന്യം പറഞ്ഞിരുന്നു. അതിനിടെ തെക്കൻ യുക്രൈൻ നഗരമായ ഒഡേസയിലെ തുറമുഖത്തിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ അധികൃതർ വ്യാഴാഴ്ച പറഞ്ഞു. ക്ലസ്റ്റർ ഘടിപ്പിച്ച ബാലസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രദേശത്തെ ഗവർണർ ഒലെഹ് കൈപ്പർ പറഞ്ഞു. അതിനിടെ വ്യോമ പ്രതിരോധ മിസൈലുകളടക്കം യുക്രൈന് നൽകുന്ന ആയുധ സഹായം US വെട്ടിക്കുറച്ചു. യുക്രൈന് വലിയ തിരിച്ചടിയാണ് ഇത്. സൈനിക ചെലവ്, വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായം എന്നിവയുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മാസങ്ങളായി ഇതിനുള്ള ആലോചന നടക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്ത് ഒപ്പുവെച്ചെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്നതാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി പറഞ്ഞു. US-ൻ്റെ പക്കൽ വേണ്ടത്ര ആയുധങ്ങളില്ലാത്തതിനാലാണ് തീരുമാനമെന്നാണ് റഷ്യ പരിഹസിച്ചത്. എന്തായാലും എത്രത്തോളം കുറവ് ആയുധങ്ങൾ യുക്രൈന് നൽകുന്നുവോ അത്രത്തോളം വേഗത്തിൽ പ്രത്യേക സൈനിക നടപടിയും അവസാനിക്കുമെന്നും റഷ്യയുടെ വക്താവ് ദിമിട്രി പെസ്കോവ് മാധ്യമങ്ങളോട് പറഞ്ഞു. വെടിനിർത്തലിന് വേണ്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് യുക്രൈനുള്ള ആയുധ സഹായവും US വെട്ടിക്കുറച്ചിരിക്കുന്നത്.